സച്ചി എന്ന് കേട്ടാൽ എല്ലാവർക്കും വികാരമാണ്. കൊറോണ കഴിഞ്ഞ് സർജറി ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ. അപ്പോൾ സർജറി കഴിഞ്ഞ് നമുക്ക് ഒത്തു വേണം പോവാൻ, നീ വേണം എൻ്റെ കൂടെ. ഇതിന് ലാസ്റ്റ് സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒരു നായകൻ വില്ലൊടിക്കണം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സച്ചി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ ആകാശിനടുത്തും പറഞ്ഞിട്ടുണ്ട്. കൊറോണ സമയത്തായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. ആ സമയത്ത് പുള്ളി നമ്മൾ ഒരുപാട് സിനിമകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നമ്മൾ രണ്ടുപേരും. എനിക്ക് ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം നമ്മളാണ് ഇരുന്ന് തൂവാൻ തുമ്പികളൊക്കെ ഇരുന്ന് കണ്ടിട്ട് അതിൻ്റെ റീമേക്ക് ഉണ്ടാക്കണം. എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പൃഥ്വിരാജിനെ വിളിച്ചിട്ട് അതിൻ്റെ റീമേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊക്കെ മിസ് ചെയ്ത ഒരു കാലത്ത് ഒരുപാട് ഡയലോഗ്സ് പറയാൻ പറ്റാതെ പോകുന്നതിലാണ്. അയ്യോ സിനിമയാണോ, എനിക്ക് ഡയലോഗ് ഉണ്ടോ എന്നല്ലേ ഏതൊരു നടനും ആദ്യം ചോദിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്കൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടു മറന്നു. മാക്സിമം 5 മിനിറ്റ് തന്നെ ആയുസുള്ളൂ. മുഖങ്ങളില്ലാത്തവരാണ് പ്രതികരിക്കുന്നത്. മുഖങ്ങളുള്ളവരാരും വന്ന് പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ല. ഇതിന്റെ ഒരു സൈഡ് ഞാനും അനുഭവിച്ച ഒരാളാണ്. അതെ അതെ, നമുക്ക് അപ്പോൾ ആ ആൾക്ക് മെന്റലി അത്രയും സഫർ ചെയ്ത് ആൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ എനിക്കിതുപോലൊരു സൈബർ ആക്രമണം ഉണ്ടായ സമയത്ത് ഞാനും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അല്ലാത്തവർ ബസ്സിലെ ഇഷ്യൂവും ഗേള് അപ്പോൾ എല്ലാവരും പറയുന്നു ആ കുട്ടിയെ വീഡിയോ എടുത്തിട്ടു. പക്ഷെ അതുപോലെ എത്രയോ ആക്ട്രസസുകൾ അനുഭവിക്കുന്നുണ്ട്. പുള്ളിയുടെ വേർപാടിന് ശേഷം നമ്മൾ അടുത്തത് അമ്മയ്ക്കൊട്ടും മെൻ്റലി എത്ര സ്ട്രോങ് ആയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അമ്മയുടെ കൂടെ വന്ന് നാട്ടിൽ നിൽക്കുന്നത്. ഒരാളെ ആക്രമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഗിവ് അപ്പ് ചെയ്യത്തില്ല എന്ന് തന്നെയായിരുന്നു. കാരണം എനിക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. ഇതായിട്ട് തന്നെ മുന്നിലോട്ട് പോകാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. രാജാവ് ഇരിക്കുന്ന പോലെ ഒരാൾ സെൻട്രൽ ഇരിപ്പുണ്ട്. സെൻട്രലായതുകൊണ്ട് എങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു ചേഞ്ചോ എല്ലാ കാര്യം. ഞാൻ വന്നപ്പോഴേ രണ്ടുപേര് ഞാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ പ്രേക്ഷകരുടെ അറിയണം. അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറായിരിക്കണം. ഒരാൾ വന്ന് അവിടെ ഇരുന്ന് കണ്ണാടിയൊക്കെ എടുത്ത് നമ്മളൊക്കെ ഇവിടെയൊക്കെ നരച്ചരിപ്പില്ലേ, എനിക്കിത് ഇവിടെയൊക്കെ നരയാനുണ്ട്. എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നം. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തുടങ്ങി അങ്ങനെ പെയിന്റിങ്. ഞാൻ ശ്രമിച്ചതാ. നേരം അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പ്രായം അംഗീകരിക്കാൻ എന്തൊരു മടി. 30 വർഷമായില്ലേ സിനിമാ മേഖലയിലേക്ക്? 11ാമത്തെ വയസ്സ് വന്ന് അങ്ങനെ 30 വർഷമായില്ലേ? ഇപ്പൊ കറക്റ്റ് അത് അംഗീകരിക്കുക. ഒന്നാമത് ഡാർക്ക് സിനിമയാണ്, അതാദ്യം മനസ്സിലാവും. 30 വർഷം ഞാൻ വന്ന് അംഗീകരിക്കേണ്ടത് നിങ്ങളല്ല. ഞാൻ അംഗീകരിച്ചു, അത് സ്വയം അംഗീകരിക്കാം. അപ്പോൾ ഒന്ന് നരച്ചൊക്കെ ഇരുന്നോട്ടെ. ഈ പടത്തിൽ നിറയെ ഫുള്ള്, അതുകൊണ്ട് ഞാൻ പുറത്തെങ്കിലും അംഗീകരിക്കും. അത് മനഃപൂർവ്വം തന്നെയാണോ അല്ലേ? ഇതാണ് പയ്യനാ. എന്ത് സംശയിക്കണ? എന്താ സംശയമുള്ള? എല്ലാ സംശയം ഇവിടെ പയ്യനാണോ എന്നുള്ള സംശയം. അടുത്ത് നോക്കണോ പയ്യനാ, പിന്നെ ശ്രദ്ധിക്കണം. ഞാൻ എവിടെയെങ്കിലും അതെ. ഇനിയിപ്പോ യുവത്വം എവിടെയൊക്കെ ഉള്ളതെന്ന് യുവത്വത്തിൽ തന്നെയാണ്. അല്ല, ഇതിപ്പോ എങ്ങനെ അപ്പിയറൻസ് ഒക്കെ മാറ്റി? ഇത് എൻ്റെയാ. അത് നമ്മൾ ഒരേ സിനിമയ്ക്ക് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരേ അപ്പിയറൻസ് മാറ്റും. ഇതൊരു ഡാർക്ക് മൂവിയാണ്. അപ്പം ഡാർക്കായിട്ട് ഇവിടെ നരയാക്കി ഇരുന്നോട്ടെ എന്ന് ഞാൻ അനിപ്പിച്ചു. ഡാർക്കായതുകൊണ്ടാണ് ഡേ ചെയ്തത്. ഡേ ചെയ്തിട്ടില്ല, ഞാൻ ഡേ ചെയ്യാറില്ല. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ, വന്നിരുന്നിട്ട് ചെയ്യാറില്ല. നിങ്ങളെപ്പോലെ വന്നിരുന്നിട്ട് ലൊക്കേഷനിൽ ചെയ്യണം, ഇന്റർവ്യൂ എടുക്കുമ്പോൾ ചെയ്യണം. ഓ, നമ്മൾ നടന്മാരല്ലേ? നടന്മാരല്ലേ നമ്മളെന്ന് വെച്ചാൽ പല വേഷത്തിൽ ചിലപ്പോൾ ഉണ്ടല്ലോ. ഇപ്പം നരയിട്ടും ചിലപ്പോൾ നരയില്ലാതിരിക്കും. അല്ല, എനിക്ക് ചർച്ച അറ്റൻഡ് ചെയ്യണോ? അറ്റിലേക്ക് വരുന്നത് എന്നിട്ട് അറ്റിലേക്ക് വരും ഞാൻ. അവിടെയാണ് അറ്റ് പറഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പം അറ്റിലേക്ക് തുടങ്ങിയേക്കാല്ലേ? എന്നാൽ ആയിക്കോട്ടെ, ഞാൻ ഉള്ളത് പറയാതെ പോയാൽ ശരിയാവില്ല. നീണ്ടൊരു കാത്തിരിപ്പ് അല്ലേ? പൂജ മുതൽ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. കഥ കേൾക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പ്രേക്ഷകർ മുമ്പിലേക്ക് നമ്മൾ സിനിമ ഒന്ന് ഭദ്രമായിട്ട് ഏൽപ്പിക്കാൻ പോവാണ്. 2ാമത്തെ ഡയറക്ഷൻ. വൈകിയാലും പ്രശ്നമില്ല. ഈ സിനിമ ഏത് സമയത്തും
ഏത് കാലഘട്ടത്തിലും ഇറക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോയിന്റ്. ഇന്ന കാലഘട്ടം പറയുന്നത് കൊണ്ടല്ല. എന്ത് തോന്നുന്നു ഈ സമയത്ത്? മെയിനായിട്ടിത് കാലഘട്ടം മാറിയെങ്കിലും ഇതിൻ്റെ കണ്ടന്റ് ആക്ച്വലി നമുക്ക് അന്ന് ചെയ്ത പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, പല ന്യൂസുകൾ. അപ്പം അത് അന്ന് ഈ ഡാർക്ക് വെബ് അത്ര ഫെമിലിയർ അല്ല നമ്മുടെ ഇതിൽ. ഞാൻ പറയുന്ന ആ ഒരു അല്ല, ഇപ്പോൾ കൂടുതലും ക്രൈംസ് ഡാർക്ക് വെബ് വഴിയാണ് നടക്കുന്നത്. നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ വരുന്ന സോഷ്യൽ മീഡിയക്കകത്തും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനകത്തും ഈ ഡാർക്ക് വെബ് ക്രൈംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ന്യൂസും വരുന്നുണ്ട്. അത് ആക്ച്വലി നമുക്ക് ഭയങ്കര പ്ലസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം കാണുമ്പോൾ കണക്ട് ചെയ്യും ഓഡിയൻസ്. അല്ല, നമ്മളൊരു പുതിയൊരു ലോകത്തിനെ കുറിച്ച് പറയുന്നത് മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും അല്ലേ? അന്ന് നമ്മൾ ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ആ സിനിമയിൽ കണ്ടതായിരുന്നു എന്ന് പറയും. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതാണ് വ്യത്യാസം. തീർച്ചയായിട്ടും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിനെ മാത്രം ബേസ് ചെയ്തല്ല ഇത് ചെയ്യുന്നത്. പല ബേസ്ഡ് ഓൺ ആക്ച്വൽ ഇവൻറ്റ്സ് ആണ്. പല ഇവൻറ്റ്സിനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇപ്പം ഇതിനകത്ത് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് വരുന്ന ഡ്രഗ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സെഗ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളങ്ങനെ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ മാത്രമല്ല ഇതിൻ്റെ എല്ലാ ഇതിലും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം കഥ ചെയ്യാനുള്ളൊരു ധൈര്യത്തോടുകൂടി വരുമ്പം എൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമുണ്ടായിരുന്നു. എല്ലാം ഡോണിൻ്റെ തലയിൽ തന്നെയായിരുന്നു. എഡിറ്റിങ്, ഈ സിനിമയുടെ പിന്നിൽ ഇപ്പോൾ പല എഡിറ്റിങ്ങിനും എല്ലാം മാറി നിൽക്കേണ്ട സമയം എടുത്തു അല്ലേ? എഡിറ്റിങ്ങിനും എല്ലാം ചില സിനിമകൾ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്തു. അതൊരു ഡോണിനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമായിരുന്നില്ല മനസ്സിൽ. അല്ല, അത് ആക്ച്വലി ഒരു പോയിന്റ് വന്നപ്പോൾ ഞാനത് ഈ ഫിലിം റിലീസ് ആകുന്നിടം വരെ ഒരു ലോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇതിൻ്റെ പുറകെ നമ്മൾ നിൽക്കേണ്ടത്, കാരണം ഇതിൻ്റെ ഒരു വർക്ക് അറിയാമല്ലോ. ഇതിപ്പം നമുക്ക് ഒരു നോർമൽ ഫിലിം ചെയ്യുന്ന പോലെ അല്ല ഇതിൻ്റെ വർക്കാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഉണ്ടാക്കണം. ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു നോർമൽ VFXൻ്റെ പാറ്റേൺ അല്ല, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അതായത് നമ്മൾ മറ്റേ ബാഹുബലി പോലത്തെ വലിയ VFX എന്നല്ല പറയുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റുകളും ഡാർക്ക് വെബ് എങ്ങനെയായിരിക്കണം, അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഒരു റെഫറൻസ് ഇല്ല. ആ റെഫറൻസിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ആ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ ചെറിയ എലമെൻസിനും നമുക്ക് ടൈം എടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ VFX ആർട്ടിസ്റ്റുകൾക്ക് അത്രയും വർക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് നമ്മളൊരു സ്ഥാനത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റേതിലേക്ക് പോകാനുള്ള ഒരു ലോങ് ടൈം ഇതിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല പരിപാടികളും ഒഴിവാക്കേണ്ടി വന്നു. രണ്ട് മേഖല, എഡിറ്റിംഗ് വേറെയാണ്, ഡയറക്ഷൻ വേറെയാണ്. ഭാരം ഒരുപോലെയാണോ? ഒരുപോലെയാണെന്ന് വെച്ചാൽ ഒരുപോലെ അല്ല. രണ്ടിനും രണ്ട് ഇതാണല്ലോ. അതെല്ലാം ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്റ്റ് ആണ്. ആക്ച്വലി നമുക്കൊരു ഫാമിലി പടമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ത്രില്ലർ ബേസ്ഡ് ആണ് നമ്മുടെ ഫിലിം. ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്, പ്യുവർ കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഡാർക്ക് വെബ് എന്നുള്ളൊരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും ഇതൊരു പക്കാ കൊമേഴ്ഷ്യൽ ഫിലിമാണ്. എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കേട്ടോ ഇതിൽ നായകനാണ്. നല്ല പേഴ്സണലി നല്ല അടുപ്പമുള്ള ആളാണ്. ഒരിക്കലും ഞങ്ങൾ ഈ സിനിമ പ്രൊജക്റ്റ് ഉണ്ടാകുന്ന മുമ്പ് ഞങ്ങൾ വീട്ടിൽ പോകും, ഞങ്ങൾ കാണാം. പക്ഷേ സിനിമയിലേക്ക് വരുന്നു എന്നറിയുന്ന എനിക്കറിയില്ല. ഒരു ദിവസം ഇങ്ങനെ ഞാൻ സിനിമയിലേക്കാണ്, ചേച്ചി പറയുന്നത് സിനിമയിലേക്ക് വരികയാണെന്ന് പറയുന്നു. അത്തരമൊരു ധൈര്യത്തോടു കൂടി പുതിയൊരാളെ വെച്ച് സിനിമ ചെയ്യാമെന്ന്, ആ ഡയറക്ഷനിലേക്ക് എത്തിക്കാമെന്ന് തോന്നാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഇതിൻ്റെ ഈ സബ്ജക്റ്റ് ആദ്യം തന്നെ നമുക്ക് എനിക്കൊരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് എൻ്റെ മൈൻഡിലില്ല. ഞാനിപ്പോൾ ഷാജറിനെ ആണെങ്കിൽ പോലും ആദ്യം തന്നെ ഷാജറിനോട് മാത്രമേ ഈ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ലീഡിലേക്ക് വേറെ ഒരു ആർട്ടിസ്റ്റിനോടും പറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് ഇത് മതി, എനിക്ക് ഷാജറിന് മതി. അല്ലെ, അത് കഴിഞ്ഞിട്ട് ഷാജേട്ടൻ ത്രൂവാണ് ഞാൻ ആകാശിലേക്ക് എത്തുന്നത്. നമ്മളൊരു പുതിയൊരാളെ തന്നെ എനിക്ക് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. വേറെ കുറേ ഓപ്ഷൻസ് നമ്മൾ നോക്കിയ അതിനുശേഷം ആകാശിനെ കണ്ടു. ആകാശിപ്പം ആക്ടിങ് ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുക. അപ്പം നമുക്ക് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരാൾ സംസാരിച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എസ്പെഷ്യലി ആകാശിന് ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ചെയ്യണം എന്നുള്ളൊരു കണക്റ്റായി. അതൊരു വലിയൊരു ഘടകമുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ചെന്ന് ഡാർക്ക് വെബിനെ കുറിച്ച് പറയുന്നു, ആകാശിൻ്റെ മൈൻഡിൽ ഒരു ലവ് സ്റ്റോറിയാണ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഒരിക്കലും ഇതായി പോകുമല്ലോ. പക്ഷേ ആകാശം ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് കാണുന്നതും അല്ലെ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു ആകാശമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ആകാശ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെൻ്റെ ഒരു ഇൻഡ്യൂഷൻ ആൻഡ് കോൺഫിഡൻസ് ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള. ലവ് സ്റ്റോറി ചെയ്യാനുള്ള ലുക്കൊക്കെ ആയിരുന്നു.
ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റില്ലെന്നല്ല. അല്ല അത് ലുക്കായിരുന്നു, പക്ഷെ അവിടെ കൊണ്ട് ഇവിടെ ഇട്ടേക്കുവാണ് നമ്മളിപ്പോൾ. അല്ല ഇതിൽ ഇനി ആക്ച്വലി കൂടുതൽ പ്രണയങ്ങളുണ്ടാവും. അല്ല ഇതിലും റൊമാൻസ് ഉണ്ട്. അല്ല ഇനി കൂടുതൽ പ്രണയങ്ങളുണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല അത് പറഞ്ഞു കൊടുക്കുക. അതല്ലേ സിനിമ ഉണ്ടാവട്ടെ, പ്രണയങ്ങൾ അതിൻ്റെ ഒപ്പം പ്രണയം അങ്ങ് പോട്ടെ, അതിൻ്റെ ഒപ്പം പ്രണയങ്ങളും കൂടെ പോട്ടെ അല്ലേ. പുറകെ വരും പ്രണയം. ഓ എക്സ്പീരിയൻസ് ആണ് അല്ലേ. സിനിമ ഉണ്ടാവും പിന്നിൽ പ്രണയം വരും അല്ലേ. നല്ല കാര്യം. നെല്ലുണ്ടെങ്കിൽ മൂന്നാറിനും എവിടുന്നും വരും എന്ന് പറഞ്ഞല്ലേ. ഈ ആദ്യം ഈ കഥ പറഞ്ഞ് ഫുൾ പറഞ്ഞത് അല്ലേ. ആ കഥ പറയുമ്പോൾ ഇത്തരമൊരു സിനിമയാണ് ഈ പറഞ്ഞതുപോലെ കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ട കഥകളാണ് പറയുന്നത്. ഈ സിനിമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഈ കഥയ്ക്ക് നമുക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. കഥ പറയുന്നതിന് മുമ്പ് ഡോൺ മാക്സ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം എന്നെ വിളിച്ചു എന്നുള്ള ഒരു സർപ്രൈസാണ് ഞാൻ സിനിമയിലുള്ള ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞ ആദ്യം തന്നെ ഇൻട്രോ എന്ന് പറയുന്നത് സിനിമയിലുള്ള വലിയ എനിക്ക് പരിചയമുള്ള എൻ്റെ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആളുകൾക്ക് പറയുമ്പോൾ ഡോൺ മാക്സ് ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, ഡോൺ മാക്സ് ഒന്നും കാണാതെ ഒരു സിനിമ ചെയ്യില്ല. അപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്, എന്നെ എങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ള എനിക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലെല്ലാം വേറെയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കഥ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു കഥ, ഒരു ചെറിയൊരു പരിപാടികളായിട്ട് വളരെ ചെറുതായിട്ട് പറഞ്ഞു. നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് നമുക്ക് സിനിമ ചെയ്യാം, മറ്റുള്ളവരെ കൂടുതൽ ആൾക്കാരെ ആശ്രയിക്കാതെ ഒരു പ്രൊഡക്ഷൻ വലുതായിട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന പ്ലാൻ ചെയ്യുകയും ആ സിനിമയെക്കുറിച്ച് ചർച്ച വന്ന് പലരും പ്രൊഡക്ഷൻ സൈഡിലേക്കൊക്കെ വന്ന് ഇതിന് ശേഷം അപ്പോൾ ഞാനും പിന്നെ ഹീറോ ക്യാരക്ടർ ആയിട്ടില്ല, അത് ചർച്ചയിൽ പലരും ചോയ്സിൽ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള കാസ്റ്റിങ് ബാക്കി ഏരിയകളെല്ലാം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ടായിട്ട് പുള്ളിക്ക് കംഫർട്ടായി ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇത്രയും ഡേയ്സ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സിനിമയാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്ന ശേഷമാണ് ഞാൻ ആകാശിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ആകാശിനൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി, ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടു. അന്ന് അവൻ കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ണമുള്ള സമയത്ത് അവൻ പറഞ്ഞു വണ്ണമുണ്ട്, നമുക്കതൊന്ന് കുറയ്ക്കണം. അപ്പോൾ അവൻ ആ ഇൻട്രസ്റ്റിൽ അവൻ്റെ കഥ കേട്ട ഉടനെ അവനത് ഇഷ്ടമാവുകയും അവനത് കുറയ്ക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഓണായി. പിന്നെ എല്ലാം ചർച്ചയിലൂടെ ഈ നിമിഷം വരെ ഇത്രയും 2-3 വർഷമായി സിനിമ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഒരു മുടക്കങ്ങളോ ഒരു പ്രസ്ഥാന സിനിമകളെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത്രയും ഡെഡിക്കേറ്റഡായിട്ടും അത്രയും പെർഫെക്റ്റായിട്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയായത്. ക്രൂവിന് പുറകിലുള്ള എല്ലാവരും നല്ല രവിചന്ദ്രൻ ക്യാമറ, അതിൽ കൺട്രോളറായിട്ട് അന്ന് പ്രശാന്തായിരുന്നു നമ്മുടെ ഇതിനുള്ള, പിന്നെ കനൽക്കണ്ണൻ മാസ്റ്റർ ഫൈറ്റ്, സൗണ്ട് ആയിക്കോട്ടെ, എല്ലാ ഏരിയയും ഫുൾ പാക്ഡാണ്. അന്ന് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് റാപ്റ്ററിൽ വൈറ്റ് ബോഡി റാപ്റ്ററിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയാണ്. അപ്പോൾ ബാക്കി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ വെച്ചുകൊണ്ട് ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഇത്രയും ഇതായിട്ടുള്ളൊരു സബ്ജക്റ്റ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്നാണ് ഡോണും നമ്മളോട് പറയുന്നത്. അതെ, പക്ഷേ ഇത് ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ, റിലീസ് വിഷയങ്ങൾ, അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളുകൾ ഒരുപാട് വൈകി. പക്ഷെ വൈകുമ്പോഴും ഡോണ് ഡെയിലി ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സിനിമകൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിനെ മിനുക്കി അങ്ങനെ ഇവിടെ എത്തിച്ച്. ആ മിനുക്ക് പണി ഇത്രയും സമയം എടുത്തപ്പോൾ ഉണ്ടല്ലോ, പ്രേക്ഷകർ വീണ്ടും ആകാംക്ഷയാണ്. അതെ പറഞ്ഞ മിനുക്കുകൾ കൂടുന്തോറും വീണ്ടും പ്രേക്ഷകർക്ക് ആകാംക്ഷ കൂടാണ്. എൻ്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. എത്ര മിനുക്കിയാലും തൃപ്തി വരണമെങ്കിൽ ആ തൃപ്തി ഇപ്പോഴാണ് ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, വൈകിയാലും പ്രതീക്ഷയ്ക്ക്. അല്ല, നമ്മൾ ഇതിനകത്ത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇപ്പം അറിയാമല്ലോ. ഇപ്പം ഇപ്പം KGF അല്ല അതുപോലത്തെ ഒരു വലിയ ബഡ്ജറ്റ് ചെയ്ത ഫിലിം അല്ല, ഒരു മിനിമൽ ബഡ്ജറ്റ് ചെയ്ത ഫിലിമാണ്. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാമെന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഡിസപ്പോയിൻ്റ് ആവില്ല എന്നുള്ളത്. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയി ഫിലിം. ആക്ച്വലി ഇതിനകത്ത് ഇതിൻ്റെ ലൈറ്റിങ്ങും ഇതിൻ്റെ കളർ കറക്ഷനും ഇതിൻ്റെ VFXും ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായി. പക്ഷേ ഈ പറഞ്ഞ തിയേറ്ററിലേക്ക് നമ്മളെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിലേ നമുക്കിതെല്ലാം സാധ്യമാവുള്ളൂ. അപ്പോൾ അതിനാണ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തിയേറ്ററിൽ പടം ഓഡിയൻസ് ഇത്തരം സിനിമയ്ക്കുള്ള ഓഡിയൻസ് വേറെയാണ്. പലതും പല ടൈപ്പ് ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസ് ഒന്ന് വന്നാൽ
ഒറ്റ ദിവസം കൊണ്ട് നിൽക്കാവുന്നത്. ഇതിപ്പോൾ ആക്ച്വലി നമ്മളിതൊരു ഡാർക്ക് വെബ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ടെക്നോ ത്രില്ലർ എന്നുള്ളതിനുപരി ഇത് എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആവുന്ന ഒരു സംഭവമാണ്. അതിനകത്തൊരു അതേ പറഞ്ഞത് അതിൻ്റെ ഒരു എലമെൻ്റാണ് നമ്മൾ ഇത് കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡാർക്ക് വെബ് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരാളോ അല്ലെ ഹാക്കിങ്ങോ അറിയത്തില്ലാത്ത ഒരാൾക്ക് പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ഒന്നും വരുന്നില്ല. അത് തന്നെ ഏറ്റവും എളുപ്പമായിരിക്കും മറ്റുള്ളവർക്ക്. നമ്മുടെ സിനിമകൾ സാങ്കല്പിക ഗ്രാമം അല്ലെങ്കിൽ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയൊരു ലോകം ഉണ്ടെന്നായിരിക്കും ഒരു പക്ഷെ അവർ ധരിക്കുന്നത്. പക്ഷെ അതിലെ കഥ പറഞ്ഞാൽ പോകുന്നത് വളരെ ഒരു ഫാമിലി എലിമെൻ്റ് അതിനകത്തൂടെ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഇപ്പം ശശി പറഞ്ഞ പോലെ ഞാൻ വന്ന് കാണുമ്പോൾ നല്ല വണ്ണമാണ്. ഞാൻ ഒരു ദിവസം അതിന് വീട്ടിൽ പോകുമ്പോൾ വണ്ണം കുറഞ്ഞ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡിയാണല്ലോ, നല്ല ഫുഡിയാണ്. എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ നല്ല ഫുഡിയായിരുന്നു. അത് കൊറോണ കഴിഞ്ഞപ്പോൾ തടിച്ചതായിട്ടാ. ഞാൻ ആക്ച്വലി നല്ല മെലിഞ്ഞിട്ടായിരുന്നു. കൊറോണ കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഒരു 6-7 മാസം കഴിക്കല് തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? തന്നെ കൊറോണയുടെ ബാക്ടീരിയ വന്ന് ഫുഡ് അങ്ങ് കൊടുത്തോണ്ടിരുന്ന അല്ലേ? ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്കറിയാം സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആ സിനിമ തുടങ്ങി അന്ന് തൊട്ട് അവൻ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വരെ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇപ്പോഴും നിർത്തിയിട്ടില്ല, ഉറപ്പാണ്. ഇപ്പോഴും നിർത്തിയിട്ടില്ല. പിന്നെ മാത്രമല്ല വേറൊരു കമ്മിറ്റ്മെൻറ്റിൽ ഒന്നും പോകാതെ ഇപ്പോഴും ആ സിനിമയിൽ പുതുമുഖമായിട്ട് ആ സിനിമയിൽ തന്നെയാണ് അവൻ വരുന്നത്. അതിനുശേഷം വേറെ സിനിമയ്ക്ക് ശേഷം മതി എന്നുള്ളൊരു തീരുമാനവും ഉണ്ടെന്നുണ്ട് എനിക്കറിയാം. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഇറങ്ങാൻ പോകുന്നു. ഒരുപാട് ആളുകളുടെ ഹാർഡ് വർക്കാണത്. പിന്നെ ആദ്യമായിട്ടൊരു സൈബർ പങ്ക് മോഡലിൽ ഇറങ്ങാൻ പോകുന്നൊരു മലയാളം സിനിമ എന്നുള്ളൊരു പ്രത്യേകത. ഡാർക്ക് വെബിൻ്റെ ആദ്യത്തെ മലയാള പടം. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം. പിന്നെ ഇതിൽ എനിക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണേട്ടനാണ്. കാരണം പുള്ളിയുടെ കഥ പറയുന്നതിലുപരി പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഷോർട്സിനെ കുറിച്ചും ഇതിൻ്റെ ഓരോ സീനിനെ കുറിച്ചുമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സിനിമകളും പുറത്ത് സിനിമകൾ ഞാൻ കാണുന്നത് അത് ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ ജോണറിൽ പെട്ട പടങ്ങളാണ് ഞാൻ കൂടുതൽ കാണുന്നത്. മെയിൻ കാരണം അതിൻ്റെ കട്ട്സാണ്. ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. ഇപ്പം എനിക്കൊരു ട്രഡീഷണൽ ഒരു സ്ലോ പടം കണ്ടിരിക്കാൻ താല്പര്യമില്ല. ഇപ്പം നമ്മളുടെ ലേറ്റസ്റ്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് ആണ് റീലിന് തന്നെ നമുക്ക് സ്പാനുള്ളൂ. ഇപ്പോൾ ഒന്ന് എക്സൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് സ്വൈപ്പ് ചെയ്ത് കളയുകയാണ്. ഒരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പോലും ആദ്യത്തെ ഒരു 15 to 20 മിനിറ്റ്സ് മാത്രം നമ്മളിരുന്ന് കാണും. അതിലൊന്നും എൻഗേജിങ് അല്ലെങ്കിൽ നമ്മളപ്പോൾ ആ പടം അവിടെ അടച്ചു വെക്കും. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കും. പക്ഷേ ഈ പടം ഡോൺ മാക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ചെയ്തിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു സാധനം. അപ്പം ആ ഒരു കണ്ടന്റ് അങ്ങനെയാണ്. അതായത് ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. കട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ബോറടിയില്ല. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഒരു നേരത്തെ പറഞ്ഞ ഒരു റൊമാൻറ്റിക് സിനിമ, അതിനുള്ളൊരു ഭാഗ്യം ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഇതിലും റൊമാൻറ്റിക് ഒക്കെ തന്നിട്ടുണ്ട്. ശരിക്കും കുറഞ്ഞു പോയിട്ടുള്ളൊരു വിഷമമുണ്ടോ? ഇല്ല 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 ഇല്ലല്ലോ അല്ലേ? ഒരുപാട് റൊമാൻസ് ഒക്കെ ക്ലീശേ ഇപ്പോൾ. ഇത് മതിയല്ലോ, മിനിമം ഉണ്ടല്ലോ അല്ലേ? ഇത്രയും മതി. ഇതിൽ തൃപ്തനാണല്ലോ അല്ലേ? തൃപ്തനാണ്. അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയിപ്പം മതി. കയ്യൊപ്പിൽ തന്നെ എല്ലാം ഉണ്ട്. അർത്ഥം എനിക്ക് മനസ്സിലായി. എവിടെയായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? റോഡ് ജംഗ്ഷനിലുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തെ കട്ടിംഗ് റോട്ടിലൂടെ അല്ലേ? ഓണത്തിന് നമ്മള് ഓണം മസ്തിക്ക് കണ്ടില്ലേ? കണ്ടോളൂ. അതിനുശേഷം എപ്പോഴാണ് കാണുന്നത്? ഏത്? അതിനുശേഷം എപ്പോഴാണ് കാണുന്നല്ലേ? അതെ അതെ, ഇത്രയായി കണ്ടിട്ട് നമ്മൾ. അതെ നല്ലൊരു സിനിമയായിട്ട് വീണ്ടും എത്താൻ പറ്റി അതെ അല്ലേ? ആ തിരിപ്പ് തിയേറ്ററിലേക്ക് വരികയാണ്. അതെ. പറയൂ. സന്തോഷം, സമാധാനം. സമാധാനം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ എപ്പോഴും വരുന്നില്ലല്ലോ. സമാധാനം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മുടെ അടുത്ത് നിന്ന് എപ്പോഴും എത്തുന്നില്ല. അപ്പോൾ സമാധാനം ഒത്തിരി ഉണ്ട് അല്ലേ? അതെ. പറയൂ ഇതിൻ്റെ കഥാപാത്രവും. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാവം ബബ്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഡാർക്ക് വെബിൻ്റെ ഒക്കെ ഒരു കാരണത്താൽ സഫർ ചെയ്യപ്പെടുന്ന 2 സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പ്രൈവസി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സും അതിൻ്റെ നെഗറ്റീവ്സും ഒക്കെ കാണിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ല, ഇൻസ്റ്റഗ്രാം റീൽസ് അഡിക്റ്റഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ കുട്ടിക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ. അല്ല, ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പം ഈ സബ്ജക്റ്റ് പറയുമ്പോൾ
ഇപ്പോൾ കേൾക്കുമ്പോൾ കാലഘട്ടത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അന്ന് കഥ കേൾക്കുമ്പോൾ വളരെ ചുരുക്കമായിരുന്നു. ചുരുക്കമായിരുന്നു. ഇപ്പം നമ്മൾ പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒരാളുടെ ആത്മഹത്യയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും. ഒരാളുടെ ആത്മഹത്യ വരെ, ഒരു പെൺകുട്ടികാരൻ ഒരു ആത്മഹത്യ വരെ സംഭവിച്ച സംഭവമാണ്. ഈ കഥ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ആ മനസ്സിൽ ആ ഒരു ചിന്താഗതി വന്നോ? നമ്മളിപ്പോൾ കണ്ടു കേട്ടു, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഫെസ്റ്റിൽ വെച്ചൊരു വീഡിയോ ചെയ്യുന്നു, അതിലൊരാൾ മരണപ്പെടുന്നു. അപ്പോൾ പെൺകുട്ടികൾ വരുത്തി വെച്ചിരിക്കുന്നതാണ്, വിനയാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ അതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും എന്ന് മനസ്സിൽ ചിന്തിച്ചു. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, പക്ഷേ അത് ഒരാൾക്ക് ഉപദ്രവമാവാണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു സൈഡ് ഞാനും അനുഭവിച്ച ഒരാളാണ്. അതെ അതെ നമുക്കറിയാം. അപ്പോൾ ആ ആൾക്ക് മെൻ്റലി അത്രയും സഫർ ചെയ്ത് ആൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ എനിക്കിതുപോലൊരു സൈബർ ആക്രമണം ഉണ്ടായ സമയത്ത് ഞാനും ഒരുപാട് മനോവിഷമത്തിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കാണ്ടിരിക്കുക എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എന്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്യാതിരിക്കുക. അല്ല, അന്ന് ആ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ഭയങ്കര സൈബർ എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാത്ത രീതിക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ്, ഈ മൂവി കഴിഞ്ഞതിന് ശേഷമാണ്. അന്ന് സിനിമയിൽ അഭിനയിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ, എത്ര കഥാപാത്രം അഭിനയിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് കുറേ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ കുറേ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇത് ഒരു കാരണവശാലും നിൽക്കാൻ പോകുന്നില്ല അല്ലേ? സോഷ്യൽ മീഡിയ മുഖങ്ങളില്ലാത്തവരാണ് പ്രതികരിക്കുന്നത്. മുഖങ്ങളുള്ളവരാരും വന്ന് പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ല. അത്ര പ്രതികരണം നിൽക്കാനും പോകുന്നില്ല നമുക്ക് വിശ്വസിക്കാം. അന്നുണ്ടായൊരു വേദന, അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിൽ നിന്നും ഒന്ന് കരകയറി വരാൻ വേണ്ടി ആരാണ് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ ആരാണെന്ന് കൈപിടുത്തി ഉയർത്തിയെന്ന് വെച്ചാൽ ആരുടെ പേര് പറയാൻ കഴിയും? ഞാൻ ദൈവമാണെന്ന് പറയും. ബിക്കോസ് ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, മൂവി നിർത്തിക്കോ, 6 monthsനുള്ളിൽ എല്ലാ പരിപാടിയും തീർക്കണം. അപ്പോൾ മൊത്തത്തിലൊരു പൊട്ട അവസ്ഥയായിരുന്നു. ലൈഫിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഇഗ്നോർ ചെയ്യുക. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ മീറ്റ് ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങണമെന്ന് തോന്നുമ്പോൾ കലൂർ പള്ളിയിലായിരുന്നു ഞാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് കുറേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ഒരു വിഷമത്തിൽ. അപ്പോൾ ഞാൻ ഈ ബസ്സിലെ ഇഷ്യൂവും അപ്പോൾ എല്ലാവരും പറയുന്നു ആ കുട്ടി വീഡിയോ എടുത്തിട്ടു. പക്ഷെ അതുപോലെ എത്രയോ ആക്ട്രസസുകൾ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല. എല്ലാവർക്കും മാനസിക വിഷമങ്ങളുണ്ട്. എല്ലാവരും ഓരോ ഇതിലൂടെ ബി കൈൻഡ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സോഷ്യൽ മെസ്സേജ്. ഇനിയുള്ളൊരു യാത്രയിലും എന്തും നേരിടാൻ തയ്യാറെടുപ്പില്ലേ? അതെ, അല്ല, മനസ്സ് അത്രയും സ്ട്രോങ് ആയി അല്ലേ? അതെ. ഈ സിനിമയിലെ കഥാപാത്രം അത്ര സ്ട്രോങ് ആണോ? ഈ ക്യാരക്ടർ നമുക്ക് അധികം റിവീൽ ചെയ്യാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. സ്ട്രോങ് ആണോ? സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. സ്ട്രോങ് ആണോ? സോറി, സ്ട്രോങ് ആണോ ഈ കഥാപാത്രം? തീർച്ചയായിട്ടും. ഇനി പറഞ്ഞു ഇനി ബാക്കി പറഞ്ഞു. സ്ട്രോങ് ആണോ? പ്രീതി സ്ട്രോങ് ആണോ? പ്രീതി സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ്. അതെ അതെ. അന്ന് എനിക്ക് പറയാൻ കഴിയാത്തത് അതിനുശേഷമാണ് പ്രശ്നങ്ങളുണ്ടായത്. അന്ന് എനിക്ക് ആ സിനിമയിലൂടെ പറയാൻ കഴിയുമെന്ന് ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് വേറൊരു കൈൻഡ് ഇതാണ്. അല്ല എങ്കിലും അതെ 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 അല്ലേ? അതെ അതെ അതെ. ഞാനല്ലെങ്കിൽ മറ്റുള്ളവർ പറയും ഈ സിനിമയിലൂടെ. അത് മതി. എന്നുവെച്ചാൽ ഞാൻ ആ സമയത്തൊക്കെ പേഴ്സണലി എനിക്കറിയാവുന്നുള്ളൂ. ഞാനൊക്കെ ഒത്തിരി, നമുക്കും ഒരു പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായാണ്. ഒരാളെ ആക്രമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഞാനൊന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടു. പക്ഷേ അതൊന്ന് സമൂഹത്തിൽ അങ്ങനെയാണ്. പിന്നെ അതാണ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ഈ സിനിമ തന്നെ കുറച്ച് നാളായി ഇരുന്ന് പോയപ്പോൾ എന്തൊക്കെ നമ്മൾ കേട്ടു പഴി അല്ലേ? ആ പഴി കേൾക്കുന്നതിൽ ഞാനും പഴി കേട്ട ആളാണ്. ഈ സിനിമയ്ക്ക് ഞാനും പഴി കേട്ട ആളാണ്. അപ്പം അങ്ങനെയാണ് സമൂഹം. അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ യാത്ര കറക്റ്റാണ്. ഇപ്പോൾ കരയേണ്ട കാര്യം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഇത്രയും ഷാർപ്പായിട്ട് പറഞ്ഞല്ലോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. നമ്മളൊരു കലാകാരനാണ്, കലാകാരിയാണെങ്കിൽ നമ്മുടെ മാധ്യമം സിനിമയാണ്. സിനിമയിലൂടെ നമ്മൾ പറയും. അതിന് ചങ്കൂറ്റമുള്ള ഡയറക്റ്റായിരിക്കുന്നത്. ഒരു മാറ്റമില്ല. അത് ചങ്കൂറ്റത്തോട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും ഈ സിനിമയിൽ. ഇല്ലടോ? നമ്മൾ മാക്സിമം ഇതിനകത്ത്
പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഒരു ഈവെന്റിനെ മാത്രം ബേസ് ചെയ്തല്ല. അല്ല, കാരണം നമുക്കത് ഒരിക്കലും അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാലൊന്നും ഈ കാലത്ത് സിനിമ വർക്കാവില്ല. ഒരു പർട്ടിക്കുലർ ഇവന്റിനെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത് താല്പര്യമില്ല, അറിയാമല്ലോ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്കൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടു മറന്നു, മാക്സിമം 5 മിനിറ്റ് അതിന് ആയുസുള്ളൂ, കഴിഞ്ഞാൽ പിന്നെ അതില്ല. അപ്പം നമുക്ക് അതിന് പകരം കുറച്ചുകൂടെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കൊടുക്കണമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ഒരു ഓവറോൾ സംഭവമാണ് ഈ പടം. എല്ലാം ഈ പറഞ്ഞ 5 മിനിറ്റേ ഉള്ളൂ. ഒരു ന്യൂസിന് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു ന്യൂസിന് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. ആ ന്യൂസ് നിന്ന് കഴിഞ്ഞാൽ നാളെ വേറെ ന്യൂസിൻ്റെ പുറകിൽ യാത്ര ചെയ്യുന്നവരെ ഞാൻ ഉൾപ്പെടെ ഉള്ള മാധ്യമപ്രവർത്തനം അതുള്ളൂ, ആയുസുള്ളൂ. പക്ഷെ സിനിമ എന്നും നിൽക്കും. അതാണ് സിനിമ എന്നും എക്കാലവും നിൽക്കും, ഇല്ലേ? നമ്മൾ എടുത്തു നോക്കിയാൽ ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ സിനിമ അന്ന് പറഞ്ഞതാണ് എന്ന് ഉറപ്പിച്ച് പറയാം. പക്ഷേ ന്യൂസ് അങ്ങനെ നിൽക്കുന്നില്ല. അത് തന്നെയാണ് സിനിമ. ഏറ്റവും വലിയ മാധ്യമം തന്നെയാണ്. ഒരു മാറ്റവുമില്ല. എന്ത് തോന്നുന്നു രീതിയിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളും ഇനി ഈ ഒരു ഫീൽഡിലാണല്ലോ നിൽക്കുന്നത്. സോ കരുതലോടുകൂടി പോവുക. അങ്ങനെ കരുതൽ വേണം ജീവിതത്തിൽ. കരുതലില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഡൈ ചെയ്യേണ്ടി വരും. ഡൈ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് തോന്നുന്നു. ഡൈ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. അത് സത്യമാണ്. ഇത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. ഇതിലെ കഥാപാത്രം ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും കൂടെ നോക്കണുണ്ടല്ലോ. ഒരാൾക്കാർ വരുമ്പോൾ ഇങ്ങനെ നോക്കണ്ട എന്താ പറയുന്നത്. നെഗറ്റീവ് ഷെയ്ഡാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളാൽ കഴിയുന്നത് മാക്സിമം പ്രഷറിക്ക് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, എൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നൊരു ഭയങ്കര ഹാപ്പിയാണ് ഈ പടം ഇറങ്ങി കാണാൻ വേണ്ടിയിട്ടും. എന്നെ ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാൻ പോവുക, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. അല്ല, ഒരു പൂജയ്ക്ക് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശിവപ്രസാദ് പരിചയപ്പെടുകയും ചെയ്തായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ഇത്ര ഒരു കാത്തിരിപ്പ്, നമ്മൾ ആദ്യം എടുത്ത സിനിമ വരുന്നില്ല ആ ഒരു വിഷമം എത്രമാത്രം ആണ് കൊണ്ടു നടന്നത്? അല്ല, വിഷമമൊന്നുമില്ലായിരുന്നു. എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നും ഇറങ്ങിയൊന്നും കാണാൻ എന്നെ ഒത്തിരി പരിചയമുള്ള ആള് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ പേര് ചോദിച്ചായിരുന്നോ? പേരൊക്കെ സിനിമയിൽ വരും, പേരായിക്കോളും. ഇവരൊക്കെ അറിയാവുന്നുണ്ട് പേര്. സോറി, പ്രഷർ. പേരൊന്ന് പറയൂ. പേര് അനീഷ എന്നാണ്. അനീഷയുടെ സ്ഥലം എവിടെയാണ്? പാലക്കാട്. പാലക്കാട് എവിടെയാണ്? പാലക്കാട് പട്ടാമ്പി എന്ന് പറയും. പട്ടാമ്പി നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഡിഗ്രി ഒക്കെ നാട്ടിലാണ്, പിന്നെ കോട്ടയത്ത്. പാലക്കാട് അടുത്ത് പാലക്കാടാണല്ലോ. ജില്ല മതിയല്ലോ. പക്ഷെ പാലക്കാട് പട്ടാമ്പിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പം സിനിമ എന്നൊരു മോഹം ഉണ്ടായിരുന്നു? അതേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ കൊച്ചിയിൽ. എത്ര ഓഡീഷൻ പോയിട്ടുണ്ടാവും? ഓഡീഷനൊന്നും പോയതിനെ കണക്കില്ല, ഒത്തിരി പോയിട്ടുണ്ട്. മടുപ്പ് തോന്നിയിരുന്നു? ഇല്ല, ഗിവ് അപ്പ് ചെയ്യത്തില്ല എന്ന് തന്നെയായിരുന്നു. കാരണം എനിക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. ഇതായിട്ട് തന്നെ മുന്നിലോട്ട് പോകാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വീട്ടിലെങ്ങനെയാണ് സപ്പോർട്ട്? വീട്ടില് സപ്പോർട്ട് ഭയങ്കര കുറവാണ്. ഇപ്പൊ കുഴപ്പമില്ല, മനസ്സിലായി അവർക്ക് എൻ്റെ പാഷൻ ഇതാണ്. എൻ്റെ മോള് പോയി നേടിയെടുത്തു. അതെ, അറ്റില് സെലക്ട് ആയപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വീട്ടില് സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവർക്കപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. ഇവൾക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാം എന്നുള്ളൊരു ഇത്. സിനിമ കണ്ടു കഴിയുമ്പോൾ ഇവള് ചെയ്തിട്ടുണ്ട്. അതെ, പ്രതീക്ഷിക്കുന്നു, അങ്ങനെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവുമല്ലോ. ഈ ഡോണിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം കിട്ടാതെ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആദ്യം തന്നെ ഡോൺ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, ഇത്രയും നല്ലൊരു എഡിറ്ററും ഡയറക്ടറും ഇത്ര നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഈ സിനിമയിലും കിട്ടിയില്ലായിരുന്നെങ്കിൽ വീണ്ടും യാത്ര തുടരുമായിരുന്നു. ഉറപ്പായിട്ടും. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യാനും ഇഷ്ടമല്ല. ഞാൻ PG കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഒരു PG എടുത്തത്. PG കഴിഞ്ഞിട്ട് അപ്പം ഞാൻ നേരെ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തു. എനിക്ക് എന്തായാലും ഇത് തന്നെയാണല്ലോ ഞാൻ നോക്കുന്നത്. സോ പ്രൊഫഷണലി എടുക്കാമെന്ന് ഓർത്തു. ഇങ്ങനെ സിനിമയാണ് വലിയ സമുദ്രമാണ്. അതെ, കടലാണ്. തിരമാലകൾ വരുമ്പം അങ്ങോട്ടും കൊണ്ടുപോകും, തിരമാല തിരിച്ച് അങ്ങോട്ടും കൊണ്ടുപോകും. ആ ഭയപ്പാടുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അല്ലാത്തവർ
ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒന്ന് ഇതാകുമ്പോഴേക്കും തളർന്നു പോവുകയാണെങ്കിൽ, കാരണം ഇതൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടി വന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ എളുപ്പമായി വീട്ടിൽ നിന്ന് ട്രോൾ അപ്പോൾ കിട്ടാൻ എനിക്ക് നാട്ടുകാരുടെ അടുത്ത് നിന്ന് ട്രോൾ കിട്ടുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറഞ്ഞില്ലേ, ജയറാമേട്ടൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ട്രോള് വീട്ടിൽ നിന്ന് കൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജയറാമേട്ടൻ വേറെ ട്രോളുകൾ ഇടുമ്പോൾ ഒരു പ്രശ്നമില്ല, എന്നോട് വീട്ടിൽ നിന്ന് ട്രോള് കിട്ടും. അപ്പം വിജയം ഉറപ്പാ. ഇനി ഭയപ്പാടില്ല, മുന്നോട്ടേക്ക് യാത്ര ചെയ്യുക. അതെ, ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് ആളുകൾ വന്നിരിക്കണം. അപ്പോൾ വന്ന വഴി മറക്കില്ല, ജോൺ ഒന്ന് വിളിച്ചു ചോദിക്കണം, അടുത്ത സിനിമ വന്നിട്ടുണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കണം. അല്ല, അങ്ങനെയല്ല, ഇവരിലേക്ക് എത്താനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഇതിലൊരു 35 പേരോളം പുതിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഓഡിഷൻ ചെയ്തു. എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓഡീഷൻസിന് വരുന്ന എല്ലാവരും തന്നെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അപ്പം ഈ 35 പേരിൽ ഒരാളാണ് അനീഷ. ഇവരെല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ക്. കാരണം നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ ഇവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. കാരണം ഇതൊരു അറിയാമല്ലോ, നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ ചെയ്യുന്നതാണ്, ലിമിറ്റഡ് സ്പേസിലാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇവരെല്ലാം ഭയങ്കര പ്രൊഫഷണലായിട്ട് തന്നെ നമ്മുടെ കൂടെ നിന്നു. നന്നായിട്ട് അവരുടെ ഭാഗങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു. അതിലൊരു ക്യാരക്ടറാണ് അനീഷ. ബാക്കിയുള്ള എല്ലാവരും, ഇപ്പം ഇതിനകത്ത് ശരൺ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്, സഞ്ജന, അങ്ങനെ കുറേ. അല്ല, ഞാൻ ആ പൂജയ്ക്ക് വന്നപ്പോൾ കണ്ടു, ആ പുതിയ ആളുകളെ മൊത്തം ഞാൻ കണ്ടാണുണ്ട്. അതെ, ഇവരെല്ലാം അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ആ കാര്യത്തിൽ പെർഫോമൻസ് വൈസ് ഭയങ്കര 100% പെർഫെക്റ്റ് ആണ് അവരുടെ ഇതിൽ. ആസ് എ ഡയറക്ടർ ഞാൻ ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, താങ്കൾ ഹാപ്പി ആണെങ്കിൽ ഡയറക്ടർ എന്ന നിലയിൽ മാത്രം ഒരു എഡിറ്ററും കൂടെയാണ്. എവിടെ എത്രയോ സിനിമയ്ക്ക് കത്രകൾ വെച്ചിട്ടുണ്ടല്ലേ, സീനുകൾ കൊള്ളാത്തത് വെച്ച്, പക്ഷെ നല്ല സീനുകൾ നമ്മൾ ഹൃദയത്തിൽ തട്ടിയിട്ട് എന്ത് കൂടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, അത് പോയല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ പറയുമ്പോൾ ഇവരുടെ കഴിവുകൾ കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന ഒരാളായിരിക്കും. അങ്ങനെയല്ലേ വരുള്ളൂ. എന്നാലോചിച്ച് നോക്കിയേ, മറ്റുള്ളവരിലും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളായിരിക്കും. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്രയും പുതിയ ആളുകളാണ് ഒന്ന് അഭിനയിച്ചല്ലേ. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ താങ്കൾ തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ഇത്രയും പുതുമുഖങ്ങളെ കണ്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെ സ്വയം വിലയിരുത്തുമായിരുന്നല്ലോ. അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു ലൊക്കേഷനിൽ? ഇല്ല, ഞാൻ മാക്സിമം അവരെല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. കാരണം നമുക്കവിടെ ഒരു വിലയിരുത്തലല്ല. കാരണം വെച്ചാൽ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഒരു ടീം ഒരു ഫൈനൽ എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതി. ഒരു സീൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൂടെയുള്ളവർ നന്നായാൽ മാത്രമേ നമ്മൾ നന്നാവാറുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ പോർഷൻ നന്നായിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും വിഷയമല്ല എന്നുള്ള രീതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സീനിലും ഞാനിപ്പോൾ ആകാശമായിട്ടുള്ളാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം എന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ പെർഫോം ചെയ്യുന്ന സമയത്ത് പറയും. അപ്പോൾ ആകാശനും അതൊരു ചിലപ്പോൾ ഗുണമാവുന്നുണ്ടാവും. ചിലപ്പോൾ എനിക്കത് അവൻ്റെ ഒരു റിയാക്ഷനായിരിക്കും ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അല്ലാത്തൊരാൾ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ എത്ര പെർഫോം ചെയ്താലും അത് ഓവറായിപ്പോവും. അപ്പോൾ അതുപോലെ ഇതാവുകയും അതിൻ്റെ ഫുൾ റിസൾട്ട് അദ്ദേഹം ഓക്കെ പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു സീൻ കംപ്ലീറ്റ് ആവുന്നത്. ഇതിനകത്ത് 45 ഡേയ്സോളം അഭിനയിച്ചിട്ട് 3-4 ഡയലോഗേ ഉള്ളൂ. ബാക്കിയെല്ലാം റിയാക്ഷനിലൂടെയാണ്. വളരെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡയലോഗ്സ് അല്ല, ഒരു സീനിൽ നമ്മുടെ ഫേസിൽ ക്യാമറ വെച്ചിട്ട് ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ മകളോടോ അല്ലെങ്കിൽ എൻ്റെ വേറെ ആർട്ടിസ്റ്റുകളോടോ എനിക്ക് പറയാൻ ഒരുപക്ഷെ 1000 ഡയലോഗ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കുറേ ഡയലോഗ് പറയണം. ഒരു നായിക തുല്യ വേഷം ചെയ്യുമ്പോൾ നമ്മളൊക്കെ മിസ് ചെയ്ത ഒരു കാലത്ത് ഒരുപാട് ഡയലോഗ്സ് പറയാൻ പറ്റാതെ പോകുന്നതിലാണ്. അയ്യോ, സിനിമയാണോ, എനിക്ക് ഡയലോഗ് ഉണ്ടോ എന്നല്ലേ ഏതൊരു നടനും ആദ്യം ചോദിക്കുന്നത്. എൻ്റെ ഡയലോഗ് എന്താ ചോദിക്കും. അപ്പോൾ തീ പാറുന്ന ഡയലോഗുകൾ അതുപോലൊരു മാസ് സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഫേസിൽ ഡോൺ ക്യാമറ വെച്ചിട്ട് പറയും ഇതാണ് സിറ്റുവേഷൻ, അഭിനയിച്ചോളാൻ തന്നെ പറയുക. അല്ലാതെ പറയണ്ട, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എടുക്കുന്ന എൻ്റെ മകളാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഡയലോഗോ മറ്റോ പറയും. ആ ഒരു ഡയലോഗിൻ്റെ റിയാക്ഷനാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഈ സിനിമ ഡബ് ചെയ്യാം. കാരണം ഡയലോഗ്സ് വളരെ കുറവാണ്. എല്ലാവർക്കും ഒരു പരിധി വരെ അങ്ങനെയായിരിക്കും. വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ല, 30 വർഷത്തെ യാത്രയിൽ ഇത്രയും വലിയൊരു കഥാപാത്രം നോൺ വിശ്വസിച്ചേൽപ്പിച്ചാണ് അല്ലേ? അതെ അതെ. ഒത്തിരി സിനിമകളുണ്ട്. അതെ, ഇതൊരു വലിയ കഥാപാത്രം. നായകനാണെന്ന് ചോദിച്ചാൽ നായകനാണ്, എല്ലാം താങ്കളാണ്, താങ്കളിലൂടെയാണ് ഈ കഥ പോകുന്നത്. അത് വിശ്വാസത്തിൻ്റെ പുറത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്നോട് ക്യാമറ വെച്ചിട്ട് അഭിനയിച്ചോ എന്നാണ് പറയുന്നത്, ഡയലോഗല്ല. അപ്പോൾ ഡോൺ എന്തുമാത്രം വിശ്വാസമാണ് താങ്കൾ തരുന്ന ഓരോ എന്നുവെച്ചാൽ ഈ പ്രിയത്തിലൊരു രോമം പോലും അഭിനയിച്ചു എന്നുള്ളതാണ് ഈ സിനിമ ഈ പറയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അങ്ങനെയല്ലേ? അതെ അതെ.
പുതിയ ഒരു സംവിധായകൻ ഒരുപക്ഷെ എന്നെ വെച്ച് ചിന്തിക്കുന്നതിൽ എനിക്ക് ഒരുപക്ഷെ ഹാപ്പിനെസ് ഉണ്ടാവാം. ഒരുപക്ഷെ ആ പറയുന്ന രീതിയിൽ അയാൾക്കും പ്രതീക്ഷയുണ്ട്, അയാളും പുതിയതാണ്, അതിലെനിക്ക് സക്സസ് ഉണ്ടാകുന്ന ഓക്കെയാണ്. എത്രയോ സൂപ്പർ താരങ്ങളുടെ സീനുകൾ എഡിറ്റ് ചെയ്യുകയും എത്രയോ സൂപ്പർ സിനിമകൾ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ആൾ എന്നെ ക്ഷണിച്ചിട്ട് ഇതുപോലൊരു വേഷം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ എനിക്കൊരു വലിയ ഉത്തരവാദിത്തമാണ് എൻ്റെ പുറകിലുള്ളത്. 30 വർഷമുണ്ടായ ഉത്തരവാദിത്തമല്ല ഈ സിനിമയ്ക്കുണ്ടായിരുന്നത്. ഈ സിനിമയ്ക്ക് ശേഷവും ഞാൻ ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചു. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ ഏകദേശം എല്ലാ സിനിമയിലും ഞാനുണ്ട്, ഇറങ്ങാൻ പോകുന്ന സിനിമയിലും അതിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും കൂടെ എൻ്റെ മനസ്സിലെന്നും ഈ സിനിമയാണ് കിടക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസവും സിനിമകൾ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ പോസ്റ്റ് എങ്ങനെ, ഇതെങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ ഷെയർ ചെയ്യണം, ആരൊക്കെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇത് നോക്കാം. ഓരോ രാത്രികളിലും ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മളുടെ ഭയങ്കരമായ ഒരു എഫേർട്ടിൻ്റെ പുറകിലുണ്ട്, ഭയങ്കരമായിട്ട്. ഡ്രീമും സ്വപ്നവും പ്രതീക്ഷയും എല്ലാം കൂടെ ഒരുപാട് പേരുടെ അതിനകത്തുണ്ടാകും. അതിനകത്ത് ഇത്രയും വർഷമായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സിനിമ ഇത് തന്നെയായിരിക്കും. തീർച്ചയായും സച്ചിയുടെ കൈകളിൽ ഭദ്രമാകേണ്ട ഒരു നടനായിരുന്നു അല്ലേ? 100%. സച്ചിയുടെ കയ്യിൽ ഭദ്രമാകേണ്ട ആളായിരുന്നു. ആ സച്ചിയില്ല, ആ സച്ചിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതും ഒരു ഭാരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകാശ് ശരിക്കും ആകാശിൻ്റെ ഒരു വലിയൊരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകാശ് ഫസ്റ്റ് ടൈമാണ് ക്യാമറ ഫേസ് ചെയ്യുന്നത്. അതെനിക്കൊരു പ്ലസ് ആയിരുന്നു ആക്ച്വലി. ചിലർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും, പക്ഷെ അത് നേരെ തിരിച്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആകാശിന് അതിൻ്റെ ആ ഒരു എനർജി ഭയങ്കരമായിരുന്നു ഇത് ചെയ്യാൻ. അപ്പോൾ ആകാശിനെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. കാരണം ആകാശിനെ കൊണ്ട് പറ്റും, ആകാശം നല്ലത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആകാശിൻ്റെ ഇപ്പം ഇതിനകത്ത് ഒരുപാട് ആക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ആർട്ടിസ്റ്റിന് അറിയാമല്ലോ. ഇപ്പം വന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ആക്സിഡൻസും കാര്യങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അത് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ആകാശ് അത് ഡീൽ ചെയ്തു, നന്നായിട്ട് ചെയ്തു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു പോറൽ പോലും വെക്കാതെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ആ ഒരു സെഗ്മെൻറ്റ് പ്രൂവ്ഡായി. കാരണം നമുക്ക് ഒരു പുതിയൊരു ഹീറോ അല്ലെ ആ ഒരു ആൾ നമ്മൾ വരുമ്പോൾ, മലയാളത്തിൽ വരുമ്പോൾ, ആ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാ സെഗ്മെൻറ്റും അയാൾക്ക് കിട്ടാൻ ചിലപ്പം സാധ്യതയില്ല. ഒന്നെങ്കിൽ അതൊരു റൊമാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കും. ഇത് എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകാനായിട്ട് പറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ, അപ്പോൾ അതിനകത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന അറിവ് കൊണ്ട് ഞാനത് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ഫിലിമിലേക്ക് ആകാശിനെ. അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയുടെ ചർച്ചയ്ക്ക് സമയത്ത് 1 വർഷത്തോളം സച്ചിയേട്ടനും ഞാനും മുണ്ടൂർ മാടൻ എന്ന് പ്ലേസ് ചെയ്യുന്ന എൻ്റെ ഒരു ചെറിയ തോട്ടിൽ നിന്നാണ് ഈ മുണ്ടൂർ എന്ന് പറയുന്നത് എൻ്റെ സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. അവിടുത്തെ ഒരു ഉത്സവം ബേസ് ചെയ്തിട്ട് അന്ന് കഥ പറയാനിരിക്കുന്ന സമയത്തും അവനെ സിനിമ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് എന്ന് സച്ചേട്ടൻ പറയുകയും അവനൊരു നല്ല സിനിമ ചെയ്യണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഡോണിനോട് പറഞ്ഞു നമുക്കിങ്ങനെ കാരണം സച്ചേട്ടനായിട്ട് ഞാൻ ഒരുപാട് അടുത്തു. അദ്ദേഹത്തിൻ്റെ മരണവുമായി അടുത്തെത്തിയപ്പോൾ ഞാൻ ഒരുപാട് അദ്ദേഹമായിട്ട് അടുത്തു. അപ്പോൾ മിക്ക ദിവസങ്ങളും സംസാരിക്കുകയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ അതിലെവിടെയോ വന്നപ്പോൾ ഇവൻ്റെ കാര്യം മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോണിനോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് അവനെ ചിന്തിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഡോൺ പറഞ്ഞ ഉടനെ നമുക്ക് ഓക്കെ ശരിയാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടെ ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും അതൊരു മാറ്റമില്ല. സച്ചി അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരാളാണ് ആകാശ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ അമ്മയുടെ ഒരു പ്രയത്നം ഭയങ്കരമായിരുന്നു അല്ലേ? ആകാശിനെ ഒന്ന് സിനിമയിലേക്ക് കൊണ്ടുവന്നുള്ള ആഗ്രഹം പകരമാണ്. സച്ചിക്ക് കൊടുത്തൊരു വാക്ക് പോലെയായിരുന്നു അമ്മ. സച്ചി അമ്മയോട് പറയുമായിരുന്നു ഒന്ന് സിനിമയിലേക്ക് കൊണ്ടുവരണം അല്ല. എനിക്കും ഫീൽ ചെയ്യുന്നുള്ളൂ. എനിക്കും പറയുമ്പോൾ എനിക്കും ഞാൻ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും കേട്ടിട്ടുമുണ്ട്. ആ ആകാശമാണ് ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് പേഴ്സണലി അഭിമാനമുള്ള ഒരാളാണ്. പിന്നെ സച്ചിയേട്ടനുള്ള ഒരു സ്നേഹം, സച്ചിയേട്ടൻ്റെ അവിടെ ഞാൻ സംസാരിച്ചതിനുള്ളൊരു ഇഷ്ടം, അത് വെച്ച് നോക്കുമ്പോൾ എനിക്കും ഈ സിനിമ എൻ്റെ സിനിമയാണ്, എൻ്റെ കുടുംബത്തിലെ സിനിമയാണ് ഈ സിനിമ. 100% ഞങ്ങൾ കൈവച്ച് പറയുന്നു, എൻ്റെ കുടുംബത്തിലെ സിനിമയാണ്. അതുകൊണ്ട് അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് ഈ സിനിമ. ആ സച്ചിക്ക് കൊടുത്ത വാക്കാണ് അല്ലേ? അതൊരു വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയിട്ടില്ലേ? അതെ, പുള്ളിയുടെ വേർപാടിന് ശേഷം നമ്മൾ അടുത്തത് അമ്മയ്ക്കൊട്ടും
മെൻ്റലി അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അമ്മേൻ്റെ കൂടെ വന്ന് നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു ഇവിടെ നാട്ടിൽ വേണ്ട, നമുക്ക് തിരിച്ച് ദുബായിൽ പോയി നമ്മുടെ പരിപാടിയും കാര്യങ്ങളായിട്ട് അങ്ങനെയാണ് ഡോൺ ചേട്ടൻ വഴി ഇതിലേക്ക് മനസ്സിൽ പോലും കണ്ടില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എത്തിയതിൽ സന്തോഷം. സച്ചി പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അമ്മയുടെ അടുത്ത് പറഞ്ഞ വാക്കാണ്, ഇവൻ അഭിനയിക്കും, ഇവനത് കഴിയും എന്ന് ഷിജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സച്ചി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ ആകാശിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ആ ഒരു അനുഭവം ഒന്ന് ഓർത്തെടുക്കും. കൊറോണ സമയത്തായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പുള്ളി നമ്മൾ ഒരുപാട് സിനിമകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നമ്മൾ രണ്ടുപേരും. എനിക്ക് ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം നമ്മളാണ് ഇരുന്ന് തൂവാൻ തുമ്പികളൊക്കെ ഇരുന്ന് കണ്ടിട്ട് അതിൻ്റെ റീമേക്ക് ഉണ്ടാക്കണം. എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പൃഥ്വിരാജിനെ വിളിച്ചിട്ട് അതിൻ്റെ റീമേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇൻട്രാക്ഷൻ. ഇപ്പം വിലായത് ബുദ്ധ അതിനു വേണ്ടി നമുക്ക് ഒത്തു പോകണം. ഈ ആ സ്ഥലം എന്തായിരുന്നു വിലായത് ബുദ്ധ ഷൂട്ട് ചെയ്ത സ്ഥലം? മറയൂർ. നമുക്ക് ഈ കൊറോണ കഴിഞ്ഞ് സർജറി ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ. അപ്പോൾ ആ സർജറി കഴിഞ്ഞ് നമുക്ക് ഒത്തു വേണം പോവാൻ, നീ വേണം എൻ്റെ കൂടെ അങ്ങനത്തെ ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻട്രാക്ഷനിൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നിലൊരു നടനുണ്ട് എന്നുള്ളൊരു സാധനം പറഞ്ഞു. എനിക്ക് പിന്നെ നമ്മളിങ്ങനെയൊക്കെയാണ്, അതിൻ്റെ മേളിൽ അഭിനയമൊന്നും ചിന്തിച്ചിട്ടില്ല. പുള്ളിയുടെ ഒരു പുഷിങ് ഫോഴ്സാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്താ പറയാനാണ്, ചേട്ടാ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോടും ഈ റീമേക്കുകളെ കുറിച്ച് പറയാൻ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം പറഞ്ഞു പുള്ളിയോട്, റീമേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്പർ 20 മദ്രാസ് മയിൽ. കാരണം ലാലേട്ടനും മണിയമ്പള രാജും ജഗദീഷേട്ടനും എല്ലാവരും ഉണ്ടല്ലോ, ഇവരെല്ലാം കൂടെ ഒരു കോട്ടയം ക്ലബ്ബിൽ എല്ലാവരും കൂടെ ക്യാമ്പ് ചെയ്യും. അവിടെ നിന്നൊരു ഇൻട്രോ വെച്ചുകൊണ്ട് അതേ ട്രെയിനിൽ യാത്ര ചെയ്യും. ചെന്നൈയിലൊരു ടാസ്ക് വേണ്ടിയത് ചുമ്മാ പറഞ്ഞപ്പോൾ ശരിയാണ്, നമുക്ക് പ്ലാൻ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ തൂവാനും തുമ്പികൾ പറഞ്ഞപ്പോൾ അപ്പോൾ അന്ന് പറയുമ്പോഴും പുള്ളി പറഞ്ഞ ലിസ്റ്റിലുള്ള ഒരു ചെറിയ ഓർമ്മയിൽ നിന്നാണ് ആകാശ് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അല്ല, സച്ചിയുടെ മനസ്സിൽ തൃപ്തി കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരു സംശയമില്ല. കാരണം അത്രമാത്രം സിനിമ ഇഷ്ടപ്പെട്ട, ഇനിയും നമുക്ക് ഒത്തിരി സിനിമ തരാനുണ്ടായിരുന്ന ഒരാളാണ് നമ്മെ വിട്ടു പിരിഞ്ഞത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ അരികത്തുണ്ട്, നമ്മളെ ഇടത്തും വലത്തും അദ്ദേഹമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സിനിമാക്കാരാണ് അദ്ദേഹമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവരും അല്ലേ? അതിനൊരു മാറ്റമില്ല, അതുണ്ടാവും ആകാശ്. ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു പൊരുത്തമുണ്ടാവും, പ്രേക്ഷകരുണ്ടാവും. ഒരു മാറ്റമില്ല. സങ്കടങ്ങൾ എപ്പോഴും നമുക്കുണ്ടാവും. സച്ചി എന്ന് കേട്ടാൽ എല്ലാവർക്കും വികാരമാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ സച്ചിയുടെ അപ്പുറത്തേക്കൊന്നുമില്ല അല്ലേ? കേട്ടോ, അത്ര അടുപ്പമല്ലേ? അതെ, എനിക്കും അങ്ങനെ അത്ര അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പോയി നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം അല്ലേ? അതാണല്ലോ ഓരോ കാലഘട്ടം, അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നും അദ്ദേഹത്തെ ഓർക്കാത്ത ദിവസങ്ങൾ സിനിമാക്കാരില്ല അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായിരുന്നു അദ്ദേഹത്തിന് അല്ലേ നമ്മൾ ഓർമ്മപ്പെടുത്തിപ്പോയ ദിവസം. അന്നും എത്രയോ പേര് സച്ചിയെക്കുറിച്ച് സംസാരിച്ചു. സച്ചി ബാക്കി വെച്ച സിനിമകൾ പറയുന്നുണ്ട്, അത് പൂർത്തീകരിക്കാൻ ശുചിക്ക് പറ്റാതെ പോയ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് അടുത്തേക്കുന്നവർക്ക് വേദന ഉണ്ടാവും അല്ലേ? അത് അവസാന കാലഘട്ടത്തിൽ ആക്ച്വലി ഐബോഷി അത് ഡോണും അവസാന സിനിമയിലും ഞാനുമായിട്ട് അടുക്കുന്നത് ഒക്കെ എല്ലാം കണക്ട് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. അതിന് ലാസ്റ്റ് സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒരു നായകൻ വില്ലൊടിക്കണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോണോട് പറഞ്ഞു, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി പറയുന്ന പോലെ ഒരു ഡയലോഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതേ ഒരു ക്യാപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എന്തോ എവിടെയൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നന്നായി വരട്ടെ. എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്യുമ്പോഴും അതുപോലെ ജനങ്ങൾ സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. ആകാശിൻ്റെ സിനിമയും ഡോൺ എടുത്ത റിസ്ക്കും നിങ്ങളെല്ലാ അഭിനയവും സച്ചി മുകളിലിരുന്ന് കാണട്ടെ, പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കൈയടിക്കട്ടെ, പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് വിമർശനങ്ങൾ നടത്തട്ടെ, പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് നല്ലതും പറയട്ടെ. അത്രമാത്രമേ എനിക്ക് സച്ചിയെക്കുറിച്ച് പറയാനുള്ളൂ. ഓർക്കാതെ പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് സച്ചിയിലേക്ക് പോയത്. ഇത് സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തില്ല നമ്മൾ, 13 ഫെബ്രുവരി 13. അപ്പോൾ ഈ 13 പ്രത്യേകമുണ്ട്. പിറ്റേ ദിവസം റൊമാൻസ് ഒക്കെ ഉള്ളതാണ്. 13 ഡാർക്കിൽ വന്നിട്ട്
ഒന്ന് പ്രണയിച്ച് പൊക്കോളാൻ വേണ്ടിയാണ് അതുകൂടെ പറയാം. 14-ാം തീയതി ഒന്ന് പ്രണയം മാത്രമാണ്, ഒന്ന് ഡാർക്കിൽ വന്നിട്ട് 14-ാം തീയതി പ്രണയിച്ചോണം. സിനിമ അങ്ങനെയാണ് വരുന്നത് അല്ലേ? അത് കഴിച്ച് ശിവരാത്രിയാണ്. ആഘോഷത്തിന്റെ ഒരു യാത്രയാണ് ഈ സിനിമ. സൂപ്പർ ഹിറ്റ് ആകട്ടെ കേട്ടോ. തളര് മുന്നോട്ടുള്ള യാത്രയായിരിക്കും എല്ലാവർക്കും. ഞാനിവിടെ ഇരുന്നിപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് എനിക്ക് എൻ്റെ ഉള്ളിൽ സങ്കടങ്ങൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇല്ലാത്ത ഒരാളും, പൂർണ്ണമായ ഒരാളും ലോകത്തില്ല. ആ പൂർണ്ണതയിലേക്ക് എത്തുന്നത് നമ്മൾ സ്വയം എത്തുക. നമ്മൾ എത്തുമ്പോൾ നമുക്ക് യാത്ര ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾക്കില്ല കൂടെ അല്ലേ? ഇരിക്കുന്നു എല്ലാവരും, ആങ്ങളമാരായിട്ടും പെങ്ങന്മാരായിട്ടും ചേട്ടന്മാരായിട്ടും അനിയന്മാരായിട്ടും എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും കൂടെ ഉണ്ട്. ഒന്നും അല്ല, സിനിമ കഴിയുമ്പോഴാണ് അടുത്ത സിനിമയിലേക്ക് പോകുന്നത് അല്ലേ? സിനിമ കിട്ടാതെ വന്നപ്പോൾ ഒന്ന് വിഷമിച്ചു അല്ലേ? ചെയ്തു, ഇടയ്ക്കൊന്ന് കുറെ കൊച്ചി മാറ്റങ്ങൾ വിടണമെന്ന് തീരുമാനിച്ചു അല്ലേ? ഇല്ല, ഫാമിലിയിൽ നിന്ന് തന്നെ പ്രഷർ വന്നു സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ പാർട്ട് ഓഫ് ദി ഗെയിം. ഇത് കഴിയുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞവർ എന്തിനു പറഞ്ഞു എന്ന് ഇങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ പറയണ്ടായിരുന്നു ഒന്നും. ഇപ്പം ഇരിക്കണ പോലെ ഇരിക്കും. പോയിരുന്നെങ്കിൽ നഷ്ടം വന്നേനാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബത്തിലെ ചിത്രമാണ്, എൻ്റെ വീട്ടിലൊരു ചിത്രമാണ്. ആ ചിത്രത്തിന് കൂടെ ഉണ്ടാവും, യാത്ര ചെയ്യും. ഏതറ്റം വരെ യാത്ര ചെയ്യാനുണ്ടാവും. ഏത് സമയത്ത് ഏത് രാത്രിയും വിളിക്കാം. പോസ്റ്റർ അവിടെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒട്ടിക്കാൻ വരെ ഞാൻ വരും. ഈ സിനിമ എൻ്റെ സിനിമയാണ്. താങ്ക് യു.